ഇന്ത്യൻ ഫുട്ബോൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് അൻവർ അലിയെ ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു എഗ്രിമെൻറ്റിലെ സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. മാക്സിമം എല്ലാവരും അതിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അധികം പ്രശ്നങ്ങൾക്ക് ശേഷം ഫൈനലി നമ്മുടെ അൻവർ അലി ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു പ്ലെയറായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് ഇന്നലെയാണ് വന്നത്. എന്തായാലും ഇതിലൊരു ചെറിയ ക്ലോസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത്. അതായത് അത് സാധാരണ ഇന്ത്യൻ ഫുട്ബോളിൽ കാണാത്ത തരത്തിലൊരു ക്ലോസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു എഗ്രിമെൻ്റാണ് കാണാൻ സാധിക്കുന്നത്. അൻവർ അലിയുടെ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഏതാണ്ട് 4 വർഷത്തെ ഒരു ലോണിലായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ ജോയിൻ ചെയ്തത്. അപ്പോഴാണ് AFൻ്റെ ഒരു പുതിയ റൂൾ പുറത്തേക്ക് വരുന്നത്. അതായത് താരങ്ങളിലെ ലോണിന് വിടാൻ സാധിക്കുന്നത് ഏതാണ്ട് 1 വർഷം മാത്രമേ ഉള്ളൂ എന്ന തരത്തിലുള്ള റൂളായിരുന്നു ആ ഒരു സമയത്ത് പുറത്തേക്ക് വന്നത്. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രഞ്ജിത്ത് ബജാജും അതുപോലെ തന്നെ അൻവർ അലിയും കൂടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടൊരു പെർമനൻറ്റ് ഡീലിന് ആവശ്യപ്പെട്ടു. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് ഈ ഒരു ലോണിൽ തന്നെ തുടരാനാണ് താല്പര്യം. അതായത് അത്രയും വലിയ തുക ഞങ്ങൾ നേരത്തെ തന്നെയാണ്, ഇനിയും ഇത് മേടിക്കാനായിട്ട് അത് സെല്ല് ചെയ്യാനായിട്ട് വീണ്ടും ഒരു തുക തന്നെ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നമ്മുടെ രഞ്ജിത്ത് ബജാജിനോടും അതുപോലെ അൻവർ അലിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു അവസരം നമ്മുടെ ഈസ്റ്റ് ബംഗാൾ മുതലെടുക്കുകയായിരുന്നു. അവർ വലിയൊരു ഓഫർ ഈ അൻവർ അലിക്ക് നൽകുകയും അതായത് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ബട്ട് അവിടെയാണ് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ഈ ഒരു റൂളിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു വർഷം തൊട്ട് 2024 തൊട്ടാണ് ഈ ഒരു റൂള് ബാധകം എന്ന് പറയുന്നത്. അതായത് 2024 തൊട്ട് ലോണിന് പോകുന്ന താരങ്ങൾക്ക് 1 വർഷം മാത്രമേ ലോണിൽ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് ലോണിൽ പോകുന്ന ക്ലബ്ബിൽ ഇപ്പോൾ നിഹാൽ സുധീഷ് പഞ്ചാബ് എഫ്സിയിലേക്ക് പോയല്ലോ, ഇതിനോട് 1 വർഷം മാത്രമേ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. 2-3 വർഷത്തെ ലോണൊന്നും അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ലെന്നാണ് നമ്മുടെ ഫിഫയുടെ പുതിയ റൂള്. പക്ഷേ ഇത് 2024 മുമ്പുള്ള ലോൺ ഡീൽസിനൊന്നും ബാധകമല്ലാത്ത ഒരു കാര്യമാണ്. എന്തായാലും അതാണ് പ്രശ്നമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രഞ്ജിത്ത് ബജാജിൻ്റെയും അൻവർ അലിയുടെ ഭാഗത്തും നല്ല രീതിയിലുള്ള തെറ്റുകളുണ്ട്. സോ എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഒഫീഷ്യലായിട്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 2.6 കോടി രൂപ മിനർവ പഞ്ചാബിന് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ നൽകിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും ആ ഒരു ക്ലോസ് എന്താണെന്ന് പറയാം. നമുക്കറിയാം അൻവർ അലിക്ക് മിക്കവാറും ഒരു ഫൈൻ വരാനുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെ ഒരു ഫൈൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ അൻവർ അലിയും ഡിവൈഡ് ചെയ്തായിരിക്കും പേ ചെയ്യാൻ പോകുന്നത് എന്നൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹി FC ഇത് യാതൊരു തരത്തിലും ബാധിക്കില്ല. അതായത് ഇങ്ങനൊരു ഫൈൻ വന്നാൽ ഡൽഹി FC ഇത് യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്. അത് രഞ്ജിത്ത് ബജാജ് വെച്ചൊരു ക്ലോസ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ ഒരു ക്ലോസിലാണ് ഇപ്പോൾ ഡൽഹി FC അല്ല നമ്മുടെ ഈസ്റ്റ് ബംഗാൾ അൻവർ അലി സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണയായിട്ട് അങ്ങനെ കാണുന്നൊരു ക്ലോസ് അല്ല. അതായത് ഒരുപക്ഷെ ഫൈൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് 3 പേർക്കും അടയ്ക്കേണ്ടതായിട്ട് വരും. അൻവർ അലിക്ക് ഒരു ഫൈൻ വന്നു കഴിഞ്ഞാൽ സോ അത് ഈസ്റ്റ് ബംഗാളും അൻവർ അലിയും കൂടെ ഡിവൈഡ് ചെയ്തെടുക്കും. ഡൽഹി FC അത് ബാധകമല്ല എന്ന രീതിയിലാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. എന്തായാലും ഇത് എത്ര പേർക്ക് ക്ലിയർ ആയി ഞാൻ പറയുന്നതെന്ന് അറിയില്ല, എങ്കിൽ പോലും ഇത് കൂടുതലായിട്ട് അറിയുന്നവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.